നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. വിഷമത്തിലൊക്കെ ഇരിക്കുന്നവർ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങളുടെ സമയവും ഒരിക്കൽ വന്നു ചേരുന്നതാണ്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ ചെയ്തോളുക. തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരിക്കൽ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. നിരവധി ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മെസ്സേജുകളായിട്ടും മറ്റും പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് അയക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ ആഴം ഞാൻ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നങ്ങളായി ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും എൻ്റെ പ്രാർത്ഥനകളിലുണ്ട് കേട്ടോ. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങളും ലഭിക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് എന്താണ് എൻ്റെ പ്രാർത്ഥന. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2026 ജൂൺ മാസ ഫലങ്ങളൊന്ന് പരിശോധിക്കാം. മൂർച്ചയുള്ളതും എന്നാൽ ശുദ്ധീകരിക്കുന്നതുമായ ആയുധമായ റൈസർ അല്ലെങ്കിൽ വേൽ അടയാളപ്പെടുത്തുന്നതും അഗ്നിദേവൻ അതിദേവതയുമായ കാർത്തിക നക്ഷത്രം മിഥ്യാധാരണകളെ വെട്ടിമാറ്റാനും അതോടൊപ്പം തന്നെ അസംസ്കൃത വസ്തുക്കളെ ശുദ്ധീകരിക്കുവാനും പവിത്രമായതിനെ സംരക്ഷിക്കുവാനുമുള്ള ദിവ്യമായ ഒരു കഴിവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. സൂര്യൻ അധിപനായ നിങ്ങളുടെ നക്ഷത്രത്തിന് ജന്മനാൽ തന്നെ മികച്ച ഒരു നേതൃപാഠവും ഉണ്ട്. അതോടൊപ്പം ഭഗവാൻ കാർത്തികേയനെ വളർത്തിയ 6 കാർത്തിക സഹോദരിമാരുടെ വാത്സല്യ നിർഭരമായ സംരക്ഷണ മനോഭാവവും നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് കാർത്തിക നക്ഷത്രക്കാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഈ ഒരു സ്വഭാവങ്ങളൊക്കെ അവരിൽ കാണാൻ കഴിയും. ഈ മാസം നിങ്ങളുടെ ആന്തരികമായ അഗ്നിയെ കൃത്യതയോടുകൂടിയും അതോടൊപ്പം ക്ഷമയോടുകൂടിയും കരുണയോടുകൂടിയും ഒക്കെ നയിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രപഞ്ചവിന്യാസം തന്നെയാണ് വരുന്നത്. അതിലേക്ക് നമുക്കൊന്ന് പോകാം. നിങ്ങളുടെ നക്ഷത്രാധിപനായ സൂര്യൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മാറുന്നത് ഊർജ്ജസ്വലമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ പറ്റും. മേടം രാശിയിൽ വരുന്ന കാർത്തിക ആദ്യപാദക്കാർക്ക് ചൊവ്വയുടെ സ്വാധീനം ധൈര്യം വർദ്ധിപ്പിക്കും. ബാക്കി 3 പാദങ്ങളിൽ ഇടവം രാശി വരുന്നവർക്ക് ശുക്രന്റെ സാന്നിധ്യം ശാന്തതയും സ്ഥിരതയും ഒക്കെ നൽകുന്നതായി കാണാവുന്നതാണ്. നിങ്ങളുടെ ആത്മപ്രകാശനം, ആശയവിനിമയം, അടിസ്ഥാന ശക്തി എന്നിവയാണ് സ്വാധീനിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളെ ഒരു സമർത്ഥനായ വില്ലാളിയെ പോലെയാണ് നിർത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ മറക്കാതിരിക്കുക. മാസത്തിന്റെ ആദ്യ പകുതിയിൽ ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്നതിനായി നിങ്ങളെ ഒരല്പം പിന്നോട്ട് വലിക്കുമെങ്കിലും രണ്ടാം പകുതിയിൽ അതിവേഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളത് പ്രത്യേകമായിട്ടൊന്ന് ഓർക്കുള്ളൂ. മാസത്തിന്റെ ജൂണിന്റെ ആദ്യ പകുതിയിലൊക്കെ ചെറിയ തിരിച്ചടികളൊക്കെ നിങ്ങൾ നേരിട്ടേക്കാം. ഒരിക്കലും നിരാശനാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊള്ളുക. ഇനി നമുക്ക് ഔദ്യോഗിക ജീവിതം, കരിയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഞാനതിനു മുമ്പായിട്ട് വില്യം ഷേക്സ്പിയറുടെ കുറച്ച് വാക്കുകളാണ്. ശത്രുവിനായി നിങ്ങൾ കൂട്ടുന്ന തീ പലപ്പോഴും നിങ്ങളെ തന്നെയാണ് കൂടുതൽ ദഹിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. അത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ഒരു തീക്ഷ്ണ സ്വഭാവം ചിലപ്പോൾ ഒക്കെ അവർക്ക് തന്നെ വിനയായി മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് തിരിച്ചടിക്കുവാനാണ് സാധ്യത പലപ്പോഴും. ഈ മാസം, അതായത് ജൂൺ മാസം, നിങ്ങളുടെ ഔദ്യോഗിക മേഖല പുതിയ മാറ്റങ്ങൾക്കുള്ള അവസരങ്ങളാൽ വളരെയധികം സമ്പന്നമാണ്. സർഗാത്മകമായ പ്രോജക്റ്റുകൾ, ഡിജിറ്റലായിട്ടുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ പ്രസൻറ്റേഷനുകൾ എന്നിവയിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾ പ്രോജക്റ്റുകളോ മറ്റോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു വ്യക്തത കൈവരാനും ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഊർജ്ജം ഈ മാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി കാർത്തിക നക്ഷത്രം പൊതുവേ തന്നെ സൂക്ഷ്മമായ ഒരു വിവേചന ശക്തിയുടെ നക്ഷത്രമാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംവിധാനങ്ങളിലെ പിഴവുകളൊക്കെ എളുപ്പത്തിൽ കണ്ടെത്താനും അവ തിരുത്തുവാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊരു റിപ്പയറിങ് ഫോഴ്സാണ് എപ്പോഴും. അത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലാതെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ അവിടെയുള്ള എന്താണ് കൃത്യമായ വേണ്ടിയത്, അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ എഴുതിയാണെങ്കിൽ അവിടെ എന്താണ് ആ ഡീബഗിങ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് തടസ്സം ഉണ്ടായിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുവാനും അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുവാനും ഒക്കെ നിങ്ങൾക്ക് സഹായിക്കും. അത് നിങ്ങളുടെ ഒരു വളരെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ സങ്കീർണമായ
ജോലികൾ ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിയും. മറ്റുള്ളവർക്ക് അപ്രാപ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇവർക്ക് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു പ്രചോദനാത്മകമായ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് കാർത്തിക നക്ഷത്രക്കാരനായിരുന്നു പഴയ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗൻ. അപ്പോൾ അദ്ദേഹം പൊതുവെ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സങ്കീർണമായ ആശയങ്ങളെപ്പോലും ജനങ്ങളിലേക്ക് വളരെ സ്നേഹത്തോടും വ്യക്തതയോടും കൂടി എത്തിക്കുവാൻ കഴിഞ്ഞിരുന്നതിനാൽ അദ്ദേഹം ദി ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് നമുക്ക് എന്ത് കാര്യവും അത് ചിലപ്പോൾ അത് സങ്കീർണമായൊരു കാര്യമായിരിക്കും, പക്ഷെ അത് വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ഒരു 10 പേരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് വളരെയധികം ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലൊരു വിജയം ഉണ്ടാകുന്നത്. അത് ഏത് മേഖലയിലാണെങ്കിലും, പ്രത്യേകിച്ച് നമ്മളൊരു മാനേജർ അതുപോലെ അല്ലെങ്കിൽ ഒരു ലീഡർ എന്നുള്ളൊരു ഇതിലിരിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ടീമിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏത് മേഖലയിലും അത് ആവശ്യമാണ്. ടീമിനെ നയിക്കുമ്പോൾ മാത്രമല്ല, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ജോലികൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം, അതിലെല്ലാം ഇത് നമുക്ക് കാണാൻ കഴിയും. അത് സാങ്കേതികമായ ജോലികൾ, ഇതിലെല്ലാം നമുക്ക് നമ്മളെന്താണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഏറ്റവും സങ്കീർണമായ ഭാവങ്ങൾ നമ്മൾ കൃത്യമായിട്ട് വളരെ ലളിതമായിട്ട് ഒരു ലെയ്മാൻസ് ലാംഗ്വേജിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ജോലിയിൽ പ്രൊഫഷണൽ ആയിരിക്കും. പ്രത്യേകിച്ച് അധ്യാപകർക്കൊക്കെ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കാർത്തിക നക്ഷത്രത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ഒന്ന് അറിയിച്ചോളൂ. ഇനി ഈ മാസം നിങ്ങൾ ഊർജ്ജം ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ജോലി സ്ഥലത്ത് പ്രോജക്റ്റുകളിലൊക്കെ സഹപ്രവർത്തകരോട് നിങ്ങൾ കഠിനമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഒരു കഠിനമായ സംസാരം ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി വന്നേക്കാം. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് പ്രോജക്റ്റുകളിലൊക്കെ നിങ്ങളൊരല്പം ക്ഷമയോടുകൂടി നിങ്ങളുടെ സഹപ്രവർത്തകരോട് സംസാരിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ കഠിനമായ വാക്കുകൾ ഒഴിവാക്കുക. അവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ചിട്ട് നിങ്ങൾ അവരോട് സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ആന്തരികമായ അഗ്നി എന്ന് പറയുന്നത് മറ്റുള്ളവരെ കരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് അവർക്ക് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ അത് വളരെ നന്നായിരിക്കും. അതോടെ ഈ ജൂൺ മാസത്തിൻ്റെ മധ്യഭാഗത്തോടെ ആശയവിനിമയം, സാങ്കേതികവിദ്യ, ഡിസൈൻ അല്ലെങ്കിൽ നേതൃപരമായ മേഖലകളിലുള്ളവർക്ക് വലിയ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാം. അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ വളരെ പെട്ടെന്നുള്ള ഒരു പുരോഗതിയും, അത് വളരെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു സക്സസ്ഫുള്ളായിട്ട് അത് മുന്നോട്ട് പോകാനും ഒക്കെയുള്ള അത്തരത്തിലുള്ള രീതിയിൽ അത് വിചാരിച്ചാലും മുന്നിലെ തന്നെ ആ കാര്യങ്ങൾ തീർക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കാം. അപ്പം പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ഓർക്കുക, നിങ്ങളുടെ സഹപ്രവർത്തകരോടുള്ള നിങ്ങളുടെ ആശയവിനിമയം വളരെ പെർഫെക്റ്റായിട്ട് നിർത്താനും അനാവശ്യമായിട്ട് അവരോട് ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇനി ധനകാര്യവും സാമ്പത്തിക മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ജൂൺ മാസത്തിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഭദ്രമായിരിക്കും. എങ്കിലും അച്ചടക്കത്തോടെയുള്ള കൈകാര്യം ചെയ്യൽ വളരെയധികം ആവശ്യമാണ്. നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ലക്ഷ്യം അർത്ഥവത്തായ പ്രവർത്തനങ്ങളായതിനാൽ സത്യസന്ധമായി പ്രവർത്തിക്കുമ്പോൾ പണം നിങ്ങളെ തേടിയെത്തും. കുറുക്ക് വഴികളിലൂടെ പണം സമ്പാദിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചൂതാട്ടം അല്ലെങ്കിൽ അതുപോലത്തെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓഹരി വിപണിയിലൊക്കെയുള്ള ഡേ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര വിജയം കണ്ടെത്താൻ സാധിച്ചെന്ന് വരികയില്ല. നിങ്ങൾക്ക് ദീർഘകാല പദ്ധതികളായ ദീർഘകാല ഓഹരി നിക്ഷേപങ്ങൾ, ദീർഘകാല ഈ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, ദീർഘകാല ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പോലുള്ള സ്ഥലങ്ങളിലുള്ള നിക്ഷേപങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് അനുയോജ്യമായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ധൂർത്തൊരൽപ്പം ഒഴിവാക്കി നിങ്ങൾ ഇത്തരം നിക്ഷേപങ്ങളിലേക്ക് നിങ്ങൾ ക്രമാനുഗതമായ സിപ്പുകളോ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ക്രമാനുഗതമായ നിക്ഷേപങ്ങളിലാണ് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നത്. പെട്ടെന്നുള്ള കുറുക്കുവഴികളിലൂടെയുള്ള സമ്പാദനം നിങ്ങൾക്ക് അത്ര അനുയോജ്യമല്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പണം മുടക്കി വെറുതെ നിങ്ങളുടെ പണം കളയേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ ഓർത്താൽ മതി. അദ്ദേഹം പെട്ടെന്ന് ചൂത് കളിച്ച് എന്ത് സംഭവിച്ചു, അദ്ദേഹത്തിന് രാജ്യം തന്നെ നഷ്ടപ്പെടുന്ന ഒരു വനവാസത്തിനൊക്കെ ഇടയായി. അപ്പം നിങ്ങൾ ഈ ജൂണിൽ നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെ മാത്രം വിശ്വസിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ നേടുന്ന സമ്പത്ത് തകരാത്ത ഒരു അടിത്തറ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പാകി നൽകും. ഇനി മാസത്തിൻ്റെ അവസാന ആഴ്ചകളിലൊക്കെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഫ്രീലാൻസ് കൺസൾട്ടേഷനുകളിലൂടെയോ ഒക്കെ പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്നേക്കാം. ഞാൻ ആ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഊഹക്കച്ചവട നിക്ഷേപങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂൺ മാസം പൊതുവെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു മാസമാണ്. കാർത്തികയുടെ അഗ്നിതുല്യമായ ഊർജ്ജം ചിലപ്പോൾ നിങ്ങളെ പെട്ടെന്നുള്ള റിസ്കുകൾ എടുക്കാൻ പ്രേരിപ്പിച്ചേക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉള്ളിൽ
അഗ്നിതുല്യമായ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒരുപക്ഷെ നിങ്ങളെ വളരെ റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ, എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പ്രേരിപ്പിച്ചേക്കാം. അത് സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഈ എടുത്തു ചാടി പെട്ടെന്നുള്ള റിസ്ക് എടുക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഈ മാസം നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ചും നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ നിക്ഷേപങ്ങളെ ഒരു ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്യുന്നത് പോലെ കാണുക. അതായത് പണം മുടക്കുന്നതിന് മുമ്പ് കൃത്യമായ ഗവേഷണവും ക്ഷമയും വ്യക്തതയുമൊക്കെ ആവശ്യമാണ്. ആദ്യത്തെ 2 ആഴ്ചകളിൽ ഊഹക്കച്ചവട വിപണികളിലെയോ അല്ലെങ്കിൽ വോളറ്റൈലായിട്ടുള്ള ഡേ ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിക്ഷേപം നടത്തണമെന്നുണ്ടെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളൊരു കാര്യം ഓർക്കേണ്ട, യഥാർത്ഥ വിജയം ഒരുക്കങ്ങളില്ലാതെ യുദ്ധക്കളത്തിലേക്ക് ഓടിക്കയറുന്നവൻ്റെതല്ല, ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്ന ഒരു തന്ത്രശാലിയുടേതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു യുദ്ധക്കളത്തിലേക്ക് നമ്മൾ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ നമ്മൾ കുറേ ആയുധങ്ങളായിട്ട് ഓടിക്കയറിയിട്ട് ഒരു കാര്യമില്ലല്ലേ. നമുക്കൊരു സ്ട്രാറ്റജി അതിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങൾ. അപ്പോൾ അത് നിങ്ങൾ ജൂൺ മാസത്തിലൊന്ന് ഓർക്കുക. ഇനി നമുക്ക് കുടുംബജീവിതത്തിലേക്ക് വന്നാൽ, കുടുംബത്തിലെല്ലാവരും നിങ്ങളെ ഒരു ശക്തിയായിട്ടായിരിക്കും കാണുക. എന്നാൽ നിങ്ങളുടെ നക്ഷത്രത്തിന് ദഹനശക്തി, ദഹിപ്പിക്കാനും ശുദ്ധീകരിക്കുവാനുള്ള ശക്തി ഉള്ളതിനാൽ ദേഷ്യപ്പെടുന്ന സംസാരം പ്രിയപ്പെട്ടവരുമായി ചെറിയ അസ്വാരസ്യങ്ങൾക്കൊക്കെ കാരണമായേക്കാം. അതായത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളത് ഈ സംസാരത്തിൽ ഒരല്പം മിതത്വം പാലിക്കുന്നത് നന്നായിരിക്കും. അതായത് രാമായണത്തിൽ ലക്ഷ്മണനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ലൊരു മനുഷ്യനായിരുന്നെങ്കിൽ അദ്ദേഹത്തിനുള്ളൊരു ചെറിയൊരു പ്രശ്നമായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അത് ശ്രീരാമൻ്റെ ശാന്തവും വിനയപൂർവമായ വാക്കുകളാണ് എപ്പോഴും ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ മാസം നിങ്ങളുടെ പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ വിമർശന ബുദ്ധി അല്ല വേണ്ടത്, മറിച്ച് സ്നേഹത്തോടു കൂടിയുള്ള നിങ്ങളുടെ പരിചരണം തന്നെയാണ് അവർക്ക് ആവശ്യം. അത് നിങ്ങൾ മനസ്സിൽ വച്ചോളൂ. അതായത് നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് നിങ്ങളുടെ കൊല്ലൻ്റെ ഉലയിലെ ചൂടല്ല നിങ്ങൾക്ക് വേണ്ടത്, മറിച്ച് അടുപ്പിലെ സ്നേഹോഷ്മളമായ ഒരു വെളിച്ചമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. ഒരു ചെറിയ കുടുംബ ഒത്തുചേരലോ അല്ലെങ്കിൽ സാംസ്കാരിക കഥകൾ പങ്കുവയ്ക്കുന്നതോ ഒക്കെ കുടുംബത്തിൽ പോസിറ്റീവായ ഊർജ്ജം നിറയ്ക്കും. അപ്പോൾ നിങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ യാത്രയോ അല്ലെങ്കിൽ നിങ്ങളവരുമായിട്ട് സംസാരിച്ച് കുറേ സമയം നിങ്ങൾ ചിലവഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈകാരിക സുരക്ഷിതത്വം നമുക്ക് എപ്പോഴും നൽകുന്നത് നമുക്ക് ആരെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരും ഉണ്ട് എന്നുള്ളൊരു ചിന്തയാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം. അതാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. ഇനി പ്രണയവും ബന്ധങ്ങളിലേക്കൊക്കെ നമുക്കൊന്ന് നോക്കാം. സിംഗിൾസിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതായത് ഈ മാസം വൈകാരികമായ തുറന്നു പറച്ചിലുകൾ നടത്തുവാൻ ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രക്കാർ ബാഹ്യമായ ആകർഷണത്തെക്കാൾ പൂർണ്ണമായ സത്യസന്ധതയ്ക്കാണ് വില കൽപ്പിക്കുന്നത്. ഇത് നല്ലൊരു ഗുണമാണ്. എന്നാൽ യഥാർത്ഥ ആത്മബന്ധത്തിന് കരുത്തിനൊപ്പം മൃദുത്വവും ആവശ്യമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഈ മാസം നിങ്ങൾക്കൊരു പ്രത്യേകമായ ഒരു ആകർഷണീയത ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആന്തരിക തിളക്കത്തിലേക്ക് ആളുകൾ എളുപ്പത്തിൽ ആകർഷിക്കപ്പെടും. പുതിയ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ ദയവുള്ള ഹൃദയം മറ്റുള്ളവരെ സംരക്ഷിക്കാനും സഹായിക്കാനുള്ള മനോഭാവം അവർക്ക് കാട്ടിക്കൊടുക്കുക. നിങ്ങളുടെ സംഭാഷണങ്ങൾ അർത്ഥവത്തായതും പരസ്പര ബഹുമാനമുള്ളതും ആയിരിക്കട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ബാഹ്യമായ സൗന്ദര്യം കണ്ടിട്ടല്ല ആളുകൾ വരുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിലെ പ്രത്യേകതകളുണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഒരേ സമയം തന്നെ സംരക്ഷണ മനോഭാവവും ഉണ്ട്, എന്നാൽ അതേസമയം തന്നെ മറ്റുള്ളവരെ ദഹിപ്പിക്കാനുള്ളൊരു അഗ്നിശക്തിയും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ സ്വഭാവം, ആ ഒരു മൃദു സ്വഭാവമാണ് നിങ്ങളുടെ പ്രണയബന്ധങ്ങളിലുള്ളത്. അതായത് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ സ്നേഹബന്ധങ്ങൾ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് അത് തുറന്നു പറയാനുള്ള ഒരു സമയമാണ്. നിങ്ങൾ അവരോട് അത് തുറന്നു പറയുക, അവരോടൊപ്പം ഒരു കുറച്ച് സമയം ചെലവഴിക്കുക, അവർക്ക് മുമ്പിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുക. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കുവാനും അങ്ങനെ ആ ഒരു നല്ല ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾക്ക് വരാനും ഒക്കെ അത് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിന് അനുയോജ്യമായൊരു പങ്കാളിയെ ആയിരിക്കും നിങ്ങൾക്ക് കണ്ടെത്താനും നിങ്ങൾക്ക് അതുകൊണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ്. ഇനി ആരോഗ്യവും ഊർജ്ജസ്വലത പോലെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അഗ്നിദേവൻ നിങ്ങളുടെ നക്ഷത്രാധിപനായതിനാൽ ഈ മാസം നിങ്ങളുടെ ജഠരാഗ്നി വളരെ സജീവമായിരിക്കും. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ ശാരീരിക ക്ഷമതയും ഊർജ്ജവും ഒക്കെ നിങ്ങൾക്ക് ഈ മാസം ഉണ്ടായിരിക്കും. കാരണം ശാരീരികമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു ഊർജ്ജസ്വലത നിങ്ങൾക്ക് ഈ ഒരു മാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളത് പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചുവിടുക, നെഗറ്റീവായ കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇനി ചെയ്യാവുന്ന കാര്യങ്ങൾ, അതായത് പുതിയ സർഗാത്മകമായ പ്രോജക്റ്റുകൾ, അതോടൊപ്പം തന്നെ ബ്രാൻഡിങ് ആയിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനോ തുടങ്ങാനോ ഒക്കെയുള്ള
കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ക്രമീകരിക്കുക, തിരുത്തുക. നിങ്ങളുടെ ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അടുക്കോടുകൂടിയും ചിട്ടോടുകൂടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും അടുക്കും ചിട്ടയും ഒക്കെ കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പറ്റിയൊരു മാസമാണ്. അതായത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് തന്ത്രങ്ങൾ പരിഷ്കരിക്കുക. നിങ്ങളൊരു ബിസിനസ്സുകാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള സ്ട്രാറ്റജി നിങ്ങളൊന്ന് മാറ്റി മറ്റൊരു സ്ട്രാറ്റജി നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങളുടെ ബിസിനസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ മാതൃകയാക്കുന്നവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്കൊരു ജന്മസിദ്ധമായ കഴിവുണ്ട്. അത് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അവർ എന്ത് ചെയ്യണമെന്ന് ഉഴറി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ശക്തിയായിട്ട്, അവരെ രക്ഷിക്കുന്ന ഒരു ശക്തിയായിട്ട് നിങ്ങൾക്ക് മാറാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങൾ ഈ മാസം നല്ലോണം ഉപയോഗിച്ചോളൂ. ഇനി ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില റെഡ് ലൈറ്റുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാം. കഠിനമായ വിമർശനങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളുടെ ഉയർന്ന നിലവാരം സഹപ്രവർത്തകരോടോ കുടുംബാംഗങ്ങളോടുള്ള കഠിനമായ വാക്കുകളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. പെട്ടെന്നുള്ള തീരുമാനങ്ങളൊന്നും പാടില്ല. വ്യക്തമായി വായിച്ചു നോക്കാതെ ധനകാര്യ കരാറുകളിലോ പങ്കാളിത്തങ്ങളിലോ ഒന്നും ഒപ്പുവയ്ക്കരുത്. വികാരങ്ങൾ അടക്കി പിടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയുക. നിങ്ങളുടെ പങ്കാളികളോടായാലും നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും. മാനസികമായ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഒറ്റപ്പെടാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവരുടെ ശാന്തമായി നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ തുറന്ന് പറയുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടതായൊരു കാര്യം. അപ്പോൾ അതാണ് സംഭവം. നിങ്ങളെന്തെങ്കിലും ഓഫീസിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും SLAകളോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും NDAയോ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിലെന്തെങ്കിലും ക്ലോസുകൾ നിങ്ങളുടെ കമ്പനിയുടെ പോളിസികളുമായിട്ട് ബന്ധപ്പെടാത്തതോ അല്ലെങ്കിൽ കമ്പനിക്ക് ഭീമമായ നഷ്ടം ഉണ്ടാക്കുന്നതായ സൂക്ഷ്മമായ എന്തെങ്കിലും വാക്കുകൾ അതിലുണ്ടോ എന്ന് നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒപ്പിടുക. അല്ലെങ്കിൽ അത് ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് മാറാം. അപ്പം നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു നക്ഷത്രത്തിലുണ്ടെങ്കിൽ അവരെ ഈ കാര്യം ഒന്ന് അറിയിച്ചോളൂ. അത് അവർക്ക് വളരെ ഉപകാരപ്പെടും. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്കൊക്കെ വരാം. കാർത്തികയുടെ തീവ്രമായ ഊർജ്ജത്തെയും അഗ്നി ഊർജ്ജത്തെയും ഒക്കെ നല്ല അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ദീപം തെളിയിക്കുക. പ്രകാശവും ജ്ഞാനവും ലഭിക്കുന്നതിനായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് അഗ്നിദേവനെ വണങ്ങുക എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമമോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ മന്ത്രങ്ങളോ ഒക്കെ ജപിക്കുക. ഭക്ഷണദാനങ്ങൾ, ആർക്കെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കുക. അത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാധുജനങ്ങൾക്കൊക്കെ എന്തെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും അനാഥാലയങ്ങളിലേക്കൊക്കെ എന്തെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിനോ ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ്. ഇനി അത് തന്നെയാണ് പൊതുവേ ഈ കാർത്തിക, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാർത്തിക സഹോദരിമാർ എന്ന് പറയുന്ന അവർ പൊതുവെ വളർത്തമ്മമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതോടെ അതോടൊപ്പം തന്നെ കുട്ടികളുടെ ക്ഷേമത്തിനായിട്ടൊക്കെ സഹായിക്കുന്നത് നിങ്ങളുടെ കരിയറിലും വ്യക്തി ജീവിതത്തിലൊക്കെ വലിയ പ്രപഞ്ചാനുഗ്രഹങ്ങൾ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓഫീസിലൊക്കെയുള്ള ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെയോ അല്ലെങ്കിൽ സെക്യൂരിറ്റി അതുപോലെയുള്ള സ്റ്റാഫിൻ്റെയോ ഒക്കെ അവരുടെ കുട്ടികളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു നിങ്ങൾ. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയൊക്കെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ മാത്രമല്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വരുന്ന നിങ്ങളുടെ ജോലിക്കൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരുടെ കുട്ടികളുടെ പഠന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോട് ചേർന്ന് കൂട്ടായിട്ടൊക്കെ എന്തെങ്കിലും അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടൊക്കെ ചെയ്യൂ. കാരണം ഇപ്പോൾ ജൂണിൽ സ്കൂളിലൊക്കെ തുറക്കുമല്ലേ, അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചും പുസ്തകങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആവശ്യമായിട്ട് വരും. അതിനൊക്കെ ചിലപ്പോൾ തുകകളൊക്കെ ആവും, അല്ലെങ്കിൽ യൂണിഫോമോ അല്ലെങ്കിൽ അതൊക്കെ വാങ്ങാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് വേണ്ടി വന്നേക്കാമല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു സമയം കൂടിയാണിത്. അപ്പം അതെ, അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ശുഭദിനങ്ങളിലേക്കൊക്കെ ഒന്ന് വരാം, മീറ്റിംഗ് തുടങ്ങാനും ഒക്കെ ആയിട്ട്. അതായത് ജൂൺ 5, ജൂൺ 14, ജൂൺ 23, അത് സാമ്പത്തിക ഇടപാടുകളും നിക്ഷേപങ്ങളും ഒക്കെ അതൊക്കെ നൽകാനൊക്കെ പറ്റിയ ഒരു കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ജൂൺ 9 ഉണ്ട്, ജൂൺ 18 ഉണ്ട്, ജൂൺ 27 ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ജൂൺ 12, ജൂൺ 21, ജൂൺ 30 ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ. ഇനി പൊതുവായി പറയുകയാണെന്നുണ്ടെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് 2026 ജൂൺ മാസം വലിയ മാറ്റങ്ങളുടെ മനോഹരമായ ഒരു അധ്യായമാണ്. നെഗറ്റിവിറ്റിയെ വെട്ടിമാറ്റുവാനുള്ള മൂർച്ചയായുള്ള ഒരു ആയുധവും ഒരു സ്വപ്നത്തെ
യാഥാർത്ഥ്യമാക്കാനുള്ള സ്നേഹത്തിൻ്റെ അഗ്നിയും ഒരുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഈ ഒരു മാസം ഒന്ന് ഓർക്കുക. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിരവധി പ്രേക്ഷകർ അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിശകലനങ്ങൾക്കായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും കഴിവതും വേഗം അതിനെല്ലാം മറുപടി വിശദമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില പ്രേക്ഷകർ അതിനുള്ള ഒരു ഇമെയിൽ സംവിധാനം കൂടി ഒരുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് അവരുടെ പ്രശ്നങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കാണുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ അയച്ചാലും മതി. ഞാനതിന് തീർച്ചയായിട്ടും പരിശോധിച്ച് മറുപടി നൽകുന്നതാണ്. നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മദിനം, ജനന സമയം, ജന്മസ്ഥലം, നിങ്ങൾക്ക് എന്താണ് പരിശോധിക്കേണ്ട വിഷയം അത് നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടാലും മതി, ഞാൻ നോക്കിയിട്ട് മറുപടി നൽകാം. ഇതെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെയും പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കപ്പെട്ട് സന്തോഷകരമായൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു.